നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ എൻ്റെ മനസ്സിൽ ആലോചിച്ചൊരു കാര്യമാണ്, പറയണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അത് സമയക്കുറവ് കൊണ്ട് പറയാൻ കഴിഞ്ഞില്ല. ഇന്നക്കാര്യം പറയണം എന്ന് ചിന്തിച്ച സമയത്താണ് ഈ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇവിടെ കാര്യം നടക്കുന്നതിന് വേണ്ടി, അവരുദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും എന്ത് നീചകൃത്യവും ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്. നമ്മുടെയൊക്കെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇവിടെ ഇറാൻ അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ തമ്മിലൊക്കെ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. സൗദി അറേബ്യയിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്, കുവൈത്തിലേക്ക്, ഇറാഖിലേക്ക്, അതുപോലെ UAE-യിലേക്കൊക്കെ, ഖത്തർ, ബഹ്റൈൻ, ഈ രാജ്യങ്ങളിലേക്കൊക്കെ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇറാൻ പറയുന്ന ഒരു കാര്യമുണ്ട്: അമേരിക്കൻ താല്പര്യങ്ങളെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, അമേരിക്കൻ ബേസുകളെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഞങ്ങളുടെ സഹോദര രാജ്യമാണ്, അവിടുത്തെ പൗരന്മാരൊക്കെ ഞങ്ങളുടെ സഹോദരന്മാരാണ്. ഒരിക്കലും അവർക്കെതിരെയല്ല യുദ്ധം, അവരെയല്ല ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഇറാൻ പറയുമ്പോഴും ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇറാനെതിരെ. എന്തിനാണ് ഞങ്ങളെ ആക്രമിക്കുന്നത്, ഞങ്ങൾ എന്ത് തെറ്റു ചെയ്തു എന്ന രീതിയിലുള്ള പ്രതികരണം. സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പുറത്തു വന്നതോടുകൂടി അത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്കൊന്നും വിലയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. സൗദിയും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ ഇറാനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കൂടിയാലോചനകൾ നടത്തി എന്നുള്ള വാർത്തയാണ് ഈ കഴിഞ്ഞ സമയത്ത് പുറത്തു വന്നത്. ട്രംപിന്റെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലൊരു പരാമർശം ഉണ്ടായത്. എന്തായാലും ഇന്ന് പുറത്തു വന്ന ഒരു വാർത്ത, ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല, നേരത്തെ പറഞ്ഞ വിഷയമാണ്. ഇന്ന് പുറത്തു വന്ന ഒരു വാർത്ത ഇവിടെ മൊസാദ് നടത്തുന്ന ഒരു നീക്കവുമായി ബന്ധപ്പെട്ടാണ്. സൗദിയിലും അതുപോലെ തന്നെ ഖത്തറിലുമൊക്കെ വലിയ സ്ഫോടനങ്ങൾ നടത്താൻ മൊസാദ് പദ്ധതിയിട്ടു. അങ്ങനെ പദ്ധതിയിട്ടതിന്റെ ഭാഗമായി മൊസാദിന്റെ ചാരനെ അറസ്റ്റ് ചെയ്തു എന്ന ഒരു വാർത്ത അമേരിക്കൻ മാധ്യമ പ്രവർത്തകനാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. മാധ്യമത്തിന്റെ ഓൺലൈനിലാണ് ഈ വാർത്ത ഇന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ചിന്തിച്ചൊരു കാര്യമാണ്. അമേരിക്കയും ഇസ്രായേലും അത്തരത്തിൽ ചിന്തിക്കും, അങ്ങനെ പ്രവർത്തിക്കും എന്ന് മനസ്സിലാക്കാൻ, അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരാൻ നമുക്ക് ഒരുപാട് ബുദ്ധിയും വിവരവും ഒന്നും ആവശ്യമില്ല. കാരണം അവർ ഈ സമീപ സമയങ്ങളിലൊക്കെ അവർ നടത്തിയ നീക്കങ്ങൾ അത്തരത്തിലുള്ളതാണ്. ഇന്ത്യയിൽ നടന്ന മാലേഗാവ് സ്ഫോടനം ഉൾപ്പെടെ അതിൽ ഇസ്രായേലിന് പങ്കുണ്ട് എന്ന കാര്യം കൃത്യമായി പുറത്തു വന്ന വിവരമാണ്. RSSന് ഇസ്രായേലിന്റെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മാലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരം. എന്തായാലും ഇറാൻ അടിക്കും എന്ന് പറഞ്ഞു നിൽക്കുന്നു. ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഗൾഫ് രാജ്യങ്ങളെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി അമേരിക്കയെ വരുതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ജനവാസ മേഖലകളെ ലക്ഷ്യം വെക്കാതെ അമേരിക്കൻ ബേസുകളെ, അമേരിക്കൻ താല്പര്യങ്ങളെ മാത്രം ഗൾഫിൽ ഇറാൻ ലക്ഷ്യം വെക്കുമ്പോൾ മൊസാദ് ഒരു സ്ഫോടനം ആസൂത്രണം ചെയ്യുന്നു. അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇവിടെ മൊസാദ് അത്തരത്തിലൊരു സ്ഫോടനം ആസൂത്രണം ചെയ്തത് നടപ്പിലായാൽ അത് ഇറാന്റെ തലയിൽ വെച്ച് കെട്ടാൻ കഴിയും. ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഇറാൻ തന്നെ ചെയ്തതാണ് എന്ന് ഏവരും വിശ്വസിക്കുകയും ചെയ്യും. അത്തരമൊരു നീക്കം മൊസാദ് നടത്തി. അതിന്റെ ഭാഗമായി ഇവിടെ മൊസാദിന്റെ ചാരനെ അറസ്റ്റ് ചെയ്തു. അമേരിക്കൻ മാധ്യമ പ്രവർത്തകനാണ് ഈ വിവരം വെളിപ്പെടുത്തിയത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് മാധ്യമത്തിന്റെ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്തായാലും ഈ വാർത്ത സത്യമാകാനുള്ള സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ കൃത്യമായി നിർദ്ദേശങ്ങൾ ആ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഓരോ ആളുകൾക്കും കൊടുക്കുന്നുണ്ട്. അതായത് പൊതുനിരത്തിൽ ഇറങ്ങി ആവശ്യമില്ലാതെ കറങ്ങി നടക്കരുത്, ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെയധികം ജാഗ്രത ഏവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അവർക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളല്ല. അവരെന്തായാലും ഈ അപകടം മുന്നിൽ കാണുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.